പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. വിദേശ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. പ്രവാസ ലോകം ഇപ്പോൾ ആകെ ഞെട്ടലിലാണ്. ഈയിടെയായി പ്രവാസ ലോകത്ത് അപകട മരണങ്ങൾ കൂടി വരികയാണ്. എന്നാൽ ഇപ്പോൾ പുറത്തു വരുന്ന വാർത്ത ഞെട്ടൽ മാത്രമല്ല, തീവ്രമായ ആശങ്കയും നൽകുന്നുണ്ട്. സൗദിയിൽ ഉംറ തീർത്ഥാടകർ സഞ്ചരിച്ചിരുന്ന ബസ് അപകടത്തിൽപ്പെട്ട് തീപിടിച്ചതായ വാർത്തകളാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. ഇതിൽ 30 പേർ മരിച്ചതായി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ 5 പേർക്ക് ഗുരുതരമായി പരിക്കേറ്റതായും റിപ്പോർട്ടുകൾ ലഭ്യമാകുന്നുണ്ട്. മദീനയിൽ നിന്ന് 170 കിലോമീറ്റർ അകലെ ഹിജ്റ റോഡിലാണ് ബസ്സും മണ്ണുമാന്തി വാഹനവുമായി കൂട്ടിയിടിച്ചത്. ഇതിനെ തുടർന്നാണ് ബസ്സിന് തീ പിടിച്ചത്. അപകടത്തെ തുടർന്ന് കത്തിയമർന്ന ബസ്സിൽ നിന്ന് ആർക്കും രക്ഷപ്പെടാനായില്ല. ബസ്സിലുണ്ടായിരുന്ന വിവിധ രാജ്യക്കാരായ തീർത്ഥാടകരാണ് മരിച്ചതെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. ഇവരിൽ ഇന്ത്യക്കാരുണ്ടോ എന്ന് സ്ഥിരീകരിച്ചിട്ടില്ല. ഗുരുതരമായി പരിക്കേറ്റവരെ ആശുപത്രിയിൽ തീവ്ര വിഭാഗത്തിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ബസ്സിനെ പറ്റിയും സഞ്ചരിച്ച വിവിധ ദേശക്കാരെ പറ്റിയും അന്വേഷിച്ചു വരികയാണ്. കൃത്യമായ അന്വേഷണത്തിൽ മാത്രമേ മരണമടഞ്ഞവർ ആരൊക്കെയാണെന്ന് കണ്ടെത്താൻ സാധിക്കൂ. ഇത്തരം വാർത്ത പ്രവാസ ലോകത്ത് തീരാ ദുഃഖമാണ് നൽകിയത്. ഒപ്പം നാട്ടിലുള്ളവർക്കും ഒപ്പം പ്രവാസികളുടെ സാന്നിധ്യവും നൽകുന്ന ആശങ്കയും ചെറുതൊന്നുമല്ല. അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസം തീപ്പൊള്ളലേറ്റ് ജിദ്ദ കിങ് അബ്ദുൽ അസീസ് മഹജർ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന മലയാളി മരിച്ചതായ വാർത്തയും തീവ്ര ദുഃഖമാണ് തരുന്നത്. മഞ്ചേരി പാപ്പിനിപ്പാറ പള്ളിയാളിപ്പിടി ചുള്ളിയിൽ പരേതനായ വടക്ക് വീട്ടിൽ കുഞ്ഞു മുഹമ്മദ് എന്ന കുഞ്ഞന്റെ മകൻ അബ്ദുൽ കബീറാണ് മരിച്ചത്. 42 വയസ്സാണ് പ്രായം. കബീർ ഓടിച്ചിരുന്ന ലോറി കുറച്ചു ദിവസങ്ങൾക്ക് മുമ്പ് അപകടത്തിൽപ്പെട്ടിരുന്നു. അപകടത്തിൽപ്പെട്ടപ്പോൾ ലോറിയിൽ നിന്നും വലിയ തോതിൽ തീ ഉണ്ടായി മാറി. ഇതിൽ നിന്നുണ്ടായ തീപ്പൊള്ളലേറ്റ് ചികിത്സയിലായിരുന്നു കബീർ. അതേസമയം ലോറി എവിടെ വച്ചാണ് അപകടപ്പെട്ടതെന്ന് അറിയിക്കാൻ ഇതുവരെ പോലീസോ കബീർ ജോലി ചെയ്തിരുന്ന കമ്പനിയിലെ അധികൃതരോ തയ്യാറായിട്ടില്ല എന്നതും ആശങ്ക ഉളവാക്കിയിരുന്നു. ഭാര്യ ഏലാചോല ഹസീന, മക്കൾ അസ്മിത, അഫ്നിത, അൻഷിത, ആഷ്ലിൻ എന്നിവരാണ്. തുടരെ ഉണ്ടാകുന്ന അപകടങ്ങൾ തരുന്നത് തീരാ ദുഃഖമാണ്. സൗദിയിൽ തീർത്ഥാടകർ സഞ്ചരിച്ച ബസ് അപകടത്തിൽപ്പെട്ട് മരണമടഞ്ഞ 30 പേരിൽ ഇന്ത്യക്കാരുണ്ടോ എന്ന വാർത്ത ഇതുവരെ സ്ഥിരീകരിച്ചിട്ടില്ല. ഇത് തരുന്ന ആശങ്ക ചെറുതൊന്നുമല്ല. പ്രത്യേകിച്ച് മലയാളികളുണ്ടോ എന്ന് ഇതുവരെ കണ്ടെത്താനായിട്ടില്ല. ഇത് നാട്ടിലുള്ളവർക്കും ആശങ്കയാണ് നൽകുന്നത്. ന്യൂസ് ഡെസ്ക് പ്രവാസി മലയാളി.